ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് ചിക്കനാണ്. മഞ്ഞളും ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയും പുരട്ടി വെച്ചിരിക്കുകയാണ് ഉപ്പ് പിടിക്കാൻ വേണ്ടി. ഓക്കെ, ഇത് തക്കാളി, ഇത് സബോള, 4 സബോള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോള എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് നമ്മൾ ഇട്ടുണ്ടായിരുന്നു മുളക് പൊടി, അപ്പോൾ അത് കുറവേ ഇടുന്നു. മഞ്ഞൾപ്പൊടി, എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ചീഞ്ചട്ടി ഓടിപ്പോകേണ്ട അവിടെ പറ്റുന്ന കോഴിക്ക് ജീവനുണ്ടെന്ന് തോന്നണം. നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം. ഒറ്റ കൈ കൊണ്ട് പിടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്, കുറവുണ്ട് ഇവിടെ. കാരണം ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ ചട്ടിയൊക്കെ ഇങ്ങനെ ഓടിപ്പോകണം തോന്നുന്നത്. അപ്പോൾ നമുക്ക് തക്കാളിയും വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇടാം. അങ്ങനെ ഇത് റെഡി ആയിട്ട് ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് വേവണം. എന്നിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂർ വേവണം. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിക്കനിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലുമിനിയത്തിൻ്റെ പാത്രമായതുകൊണ്ട് വെള്ളം വേഗം വറ്റിപ്പോവും. അപ്പം ഞാനൊരു സാധാരണ നിലയ്ക്ക് ഞാൻ വെള്ളം ഒഴിക്കില്ല ചിക്കനിൽ. ആ ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിലേ ഇതിപ്പോൾ നന്നായിട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം എന്ത് സ്മെല്ലാണെന്നറിയും. സൂപ്പർ കറിയാണ് കേട്ടോ, പറയാതെ വയ്യ. ഇനി ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മാത്രം വെച്ചാൽ ഇഷ്ടമല്ല, അതിലെന്തെങ്കിലും കഷ്ണം ആഡ് ചെയ്യണം. ഇത് കണ്ടോ, ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഉരുളൻകിഴങ്ങ് ഇട്ടു. കാരണം ചിക്കൻ വേവാണ്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ടാൽ ഉരുളൻകിഴങ്ങ് വെന്തും പോവും, ചിക്കനൊട്ടാവില്ല, അങ്ങനെയാവും. ഇനി നമ്മൾ ചിക്കൻ മസാല ഇടാൻ പോവാണ്. ചിക്കൻ മസാല, അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഇടാം. നമ്മുടെ ചിക്കനും തുറന്ന് നോക്കാം. ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യം ഉടയാനും പാടില്ല കേട്ടോ, ഉടയാൻ പാടില്ല. കാരണം ഉടഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായി. ചിക്കനെ പോലെ തന്നെ കഷ്ണമായിട്ട് തന്നെ കിടക്കണം.
നമ്മുടെ ഉരുളക്കിഴങ്ങ്.